അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ഞാനും മോനും കൂടി മീൻ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന പാട് തന്നെ കയറി നോക്കിയപ്പോഴത്തേക്ക് എനിക്കിഷ്ടപ്പെട്ട മീനാണ് ഞാൻ കണ്ടത്. എഴുത്തങ്കോര. അത് കണ്ട ഉടനെ തന്നെ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. എഴുത്തങ്കോരയും വാങ്ങി ചീനിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ വന്നു മീൻ ചീനി ആക്കി. ചില സമയം നേരത്തെ വരാറുണ്ട്. അന്നേരം ഉണ്ണാൻ ചിലപ്പോൾ വിശന്നൊക്കെ ആയിരിക്കും കയറി വരാറ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ ചീനി പെട്ടെന്ന് അരിഞ്ഞ് കുക്കറിലോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീനൊക്കെ തട്ടി അതിൽ നിന്നും തക്കാളിയൊക്കെ പറക്കി മാറ്റി. പിന്നെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ല കണക്ക് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എഴുത്തങ്കോര പുളിയും മുളകും വെക്കുന്നതാണ് നല്ലത്. അന്നേരം അത് മൂപ്പിച്ച് താത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പിൽ വെച്ച ചീനിയും കൂടി നോക്കണ്ടേ, അല്ലെങ്കിൽ അത് വെന്ത് പോകുന്നതാണെങ്കിൽ കലങ്ങിപ്പോവും വെള്ളത്തിൽ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി അതും നോക്കിയിട്ടുണ്ടായിരുന്നു. ആവിയൊക്കെ പോയി അത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെന്തിട്ടില്ല ചീനി. ഇത് സാധാ ഞാൻ വെച്ചിരുന്നെങ്കിൽ എനിക്ക് 8ൻ്റെ പണി കിട്ടിയേനായിരുന്നു. ഇപ്പോഴൊന്നും വേവില്ലായിരുന്നു. അങ്ങനെ ചീനി വെന്തില്ല. അത് പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും അടച്ച് അടുപ്പിൽ തന്നെ ഒന്നും കൂടി വേവട്ടെന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാറെടുത്ത് ഈ ചൂടാറിയ പൊടികളെല്ലാം കൂടി അതിനകത്തിട്ട് പുളിയെല്ലാം ചേർത്ത് നല്ല വൃത്തിയാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അരച്ചെടുത്തതിന് ശേഷം ഞാനത് ചട്ടിയിലേക്ക് കലക്കി എല്ലാം തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മീൻ കണ്ടിച്ച് കലക്കി എല്ലാം അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് മീൻ കണ്ടിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അത് കണ്ടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കറിയും തിളയ്ക്കും. അതുകൊണ്ട് ഞാനെല്ലാം അടുപ്പിൽ വെച്ചു. ഒന്നീ ഗ്യാസിലാണ് വയ്ക്കാറുണ്ടെങ്കിൽ ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് മീൻ കണ്ടിക്കാൻ പോകാറ്. അങ്ങനെ ഞാൻ മീൻ കണ്ടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ കണ്ടിച്ചു കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴുക്കി. അപ്പോഴത്തേക്ക് അവിടെ കറിയും തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് കറിയിലേക്ക് ഇട്ടു. തിളച്ച് ഒരുവിധം ആകുമ്പോൾ ഇടുന്നതാണ് നല്ലത്. മീൻ പൊടിയത്തുമില്ല. അങ്ങനെ ഞാനത് കറിയിൽ. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും.